ഗുഡ് ഈവനിങ് എഞ്ചിനീയേഴ്സ്. എഞ്ചിനീയറിംഗ് സ്കിൽ ഡെസ്കിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും ഹാർദവമായ സ്വാഗതം. അപ്പം ഞാനിന്ന് നിങ്ങൾക്ക് പറഞ്ഞു തരാനായിട്ട് പോകുന്നത് നമുക്കിതൊരു സ്പ്രിങ് എങ്ങനെ ഈസി ആയിട്ട് ക്രിയേറ്റ് ചെയ്യാം എന്നുള്ള കാര്യമാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. അത് കഴിഞ്ഞിട്ട് വേണം നമുക്ക് ഇതുപോലെയുള്ള ഗിയറുകളും ഷാഫ്റ്റുകളും ഒക്കെ നമുക്ക് ക്രിയേറ്റ് ചെയ്തെടുക്കാനായിട്ട്. നമുക്ക് കുറച്ച് ഓട്ടോമൊബൈൽ എക്യുപ്മെന്റ്സുകൾ കൂടി ക്രിയേറ്റ് ചെയ്ത് പഠിക്കാം. അതിനുശേഷം നമുക്ക് ഇതുപോലെയുള്ള എൻക്ലോഷേഴ്സ് ക്രിയേറ്റ് ചെയ്ത് പഠിക്കാം. എന്ന് പറയുന്നത് ഇപ്പൊ എൻക്ലോഷർ എന്ന് പറയുന്നത് ഇതിനകത്ത് ഇപ്പം ഒരു ഡിവൈസിന് വേണ്ടിയിട്ട് ഉണ്ടാക്കിയ ഒരു എൻക്ലോഷർ ആണ് നിങ്ങൾ കാണുന്നത്. അതൊരു PCB ആണ്, ഇത് മറ്റൊരു PCB ആണ്, ഇത് ബാറ്ററി ആണ്, BNC കണക്ടേഴ്സ് ഉണ്ട്, സ്ക്രൂസ് കൃത്യമായിട്ട് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ നമുക്ക് ചെയ്ത് പഠിക്കേണ്ടതായിട്ടുണ്ട്. ഇത് നമ്മളിപ്പോൾ മാക്സിമം ഈ എൻക്ലോഷർ എന്ന് പറയുന്നത് സ്പേസ് യൂട്ടിലൈസ് ചെയ്തുകൊണ്ടാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത്. ഓക്കെ, ഇതിന്റെ പില്ലേഴ്സ് ആണ്, അതായത് ഈ PCB ഇതിലേക്ക് അറ്റാച്ച് ചെയ്യാനുള്ള പില്ലേഴ്സ് ആണ്. അപ്പോൾ ഇതുപോലെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് അടുത്തതായിട്ട് മുന്നോട്ട് പോകുന്ന ക്ലാസ്സുകളിൽ പഠിക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഇന്ന് നമ്മൾ ആദ്യമായിട്ടൊരു സ്പ്രിങ് എങ്ങനെയാണ് ഈസി ആയിട്ട് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുമെന്ന് നോക്കാം. നമ്മൾ ഇതിനു മുമ്പ് പഠിച്ചിട്ടുണ്ട്. നമ്മൾ ഇതിനു മുമ്പ് പഠിച്ച ഒരു ഫീച്ചർ ഉപയോഗിച്ചുകൊണ്ട് തന്നെയാണ് നമ്മൾ സ്പ്രിങ് ഇപ്പോൾ ക്രിയേറ്റ് ചെയ്യാനായിട്ട് പോകുന്നത്. അങ്ങനെ നമ്മൾ പുതിയൊരു പാർട്ട് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. പാർട്ട് ഓപ്പൺ ചെയ്തതിന് ശേഷം ഏതെങ്കിലും ഒരു പ്ലെയിൻ സെലക്ട് ചെയ്യുക. ഇപ്പോൾ ടോപ്പ് പ്ലെയിൻ ആണ് സെലക്ട് ചെയ്തിരിക്കുന്നത്. ജസ്റ്റ് ഞാനിവിടെ ഒരു ലൈൻ വരയ്ക്കുന്നു. ലൈൻ വരച്ചതിന് ശേഷം അതിനെ വെറുതെ വിടുന്നു. അതിനുശേഷം ഒന്ന് റീബിൽഡ് ചെയ്യുന്നു. റീബിൽഡ് ചെയ്തപ്പോഴത്തേക്ക് നമ്മൾ ആ സ്കെച്ചിനകത്ത് നിന്ന് എക്സിറ്റ് ആയി. അപ്പം ഞാനിവിടെ ലൈൻ വരച്ചപ്പോഴത്തേക്ക് നിങ്ങൾക്ക് ഇവിടെ ശ്രദ്ധിച്ചാൽ കാണാം, ഞങ്ങൾ ഒറിജിനുമായിട്ട് ലിങ്ക് ചെയ്തിട്ടാണ് ഇത് ലൈൻ വരച്ചിരിക്കുന്നത്. അതിനുശേഷം ഇവിടെയാണ് പ്രത്യേകമായിട്ട് ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്. ഈ സെയിം സ്കെച്ചിനകത്ത്, ഇപ്പം നമ്മൾ ആ സ്കെച്ചിനകത്ത് കയറി ഈ ഒരു സ്കെച്ചിനകത്ത് നമ്മൾ സ്പ്രിങ്ങിന്റെ ആ ഒരു ഇത് വരയ്ക്കാൻ പാടില്ല. അതിന് പകരം അങ്ങനെ വരച്ചാൽ ഇത് വർക്ക് ചെയ്യില്ല, നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ അത് ജനറേറ്റ് ആയിട്ട് വരത്തില്ല. അപ്പം നമുക്ക് ഇതേ സെയിം ടോപ്പ് ലൈനിൽ തന്നെ അത് ഇതിനകത്ത് നിന്ന് എക്സിറ്റ് ചെയ്യുക. അതിനുശേഷം അതേ ടോപ്പ് ലൈൻ സെലക്ട് ചെയ്യുക, വീണ്ടും ഒരു സ്കെച്ച് എടുക്കുക. ആ സ്കെച്ചിനകത്ത് വേണം നമ്മൾ ഒരു സ്പ്രിങ്ങിന്റെ ആ ഡയമീറ്റർ എത്രയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഇട്ട് കൊടുക്കാം. ഇതുകൊണ്ട് നമുക്ക് ഡയമെൻഷൻസ് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഒരു 10 ആയിക്കോട്ടെ. ഡയമെൻഷൻസ് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നതിന് ശേഷം ഇത് തമ്മിലുള്ള ഒരു ഡയമെൻഷൻ നമുക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം. 35, എനിത്തിങ് ആസ് യു ലൈക്ക്. ആൻഡ് അതിനുശേഷം വേണമെന്നുണ്ടെങ്കിൽ ഇതിനെ ഫുള്ളി ഡിഫൈൻഡ് ആക്കാം. ഈ ഫുള്ളി ഡിഫൈൻഡ് ആക്കാതെ തന്നെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ചെയ്യാം. ഡയമെൻഷൻസിൽ നിന്ന് എക്സിറ്റ് ചെയ്ത് സ്വെപ്റ്റ് ബോക്സ് എടുക്കുന്നു. ഫസ്റ്റ് ഇതെന്ന് പറയുന്നത് ഈ ഒരു സ്കെച്ചാണ്. സെക്കൻഡ് പ്രൊഫൈൽ പാർട്ട് എന്ന് പറയുന്നത് ഞാൻ ഇതിനു മുമ്പുള്ള വീഡിയോയിൽ വളരെ എക്സ്പ്ലെയിൻഡ് ആയിട്ട് പറഞ്ഞു തന്നിട്ടുണ്ട്. സെക്കൻഡ് എന്ന് പറയുന്നത് ഈ ഒരു പാർട്ടാണ്. അതിനുശേഷം നമുക്ക് ഇവിടെ ഓപ്ഷൻസിൽ വരിക. ഓപ്ഷൻസിൽ വന്നിട്ട് പ്രൊഫൈൽ ട്വിസ്റ്റ് എന്നുള്ളതിൽ സ്പെസിഫൈ ട്വിസ്റ്റ് വാല്യൂ കൊടുക്കുക. അതിനുശേഷം ഇവിടെ ഡിഗ്രി എന്നുള്ളത് മാറ്റിയിട്ട് റെവല്യൂഷൻസ് കൊടുക്കുക. നമ്പർ ഓഫ് റെവല്യൂഷൻസ്, അതായത് എത്ര ടേൺസ് വേണം എന്നുള്ളതാണ് നമ്പർ ഓഫ് റെവല്യൂഷൻസ് ഉദ്ദേശിക്കുന്നത്. അതിനുശേഷം ഇവിടെ ഇപ്പം 3 അല്ലെങ്കിൽ 4 ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് ഒരു സ്പ്രിങ്ങിന്റെ ഒരു ഇത് കിട്ടുന്നതാണ്. ഇങ്ങനെയാണൊരു സിമ്പിൾ ആയിട്ടൊരു സ്പ്രിങ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാനായിട്ട് സാധിക്കാം. പിന്നെ വേണമെങ്കിൽ ഇതിനകത്ത് വീണ്ടും കുറെ കാര്യങ്ങൾ ചെയ്യാം. അതായത് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഷെല്ല് ചെയ്യണമെന്ന് വിചാരിക്കുക. അതായത് ഇതിന്റെ നടുക്കൊരു ഹോള് വേണമെന്ന് വിചാരിക്കുക. ഹോള് വേണമെന്നുണ്ടെങ്കിൽ ഇതിന്റെ ഷെല്ല് എടുത്തിട്ട് ജസ്റ്റ് ഇതിനെ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഇവിടെ ആ ഒരു ഇത് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുത്താൽ മതി. 4 mm ഇട്ട് കൊടുക്കുന്നു, അപ്ലൈ കൊടുക്കുന്നു. ഇപ്പോൾ 4 mm ഹോളിൽ നമുക്കത് ഷെല്ലായിട്ട് വന്നിട്ടുണ്ട്. പക്ഷെ ഇവിടെ അത് ക്ലോസ്ഡ് ആയിരിക്കും. അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ ആ ഷെല്ലിനെ ത്രൂ ഹോൾ കൊടുക്കണം. ത്രൂ ഹോൾ അല്ലെങ്കിൽ മൾട്ടി തിക്നെസ് കൊടുത്തിട്ട് 0 കൊടുക്കുക. അങ്ങനെ കൊടുത്തു കഴിയുമ്പോഴത്തേക്ക് അത് സെറ്റ് ആവും. അപ്പോൾ ഇതാണ് ഇന്ന് നിങ്ങളോട് എനിക്ക് ഷെയർ ചെയ്യാനുണ്ടായിരുന്നത്. നേരത്തെ പറഞ്ഞതുപോലെ കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഓട്ടോമൊബൈൽ കാര്യങ്ങളൊക്കെ നമുക്ക് മുന്നോട്ട് പോകുമ്പോഴത്തേക്കും പഠിക്കേണ്ടതായിട്ട് വരും. അപ്പോൾ എന്നത്തെയും പോലെ തന്നെ വീഡിയോ കണ്ടതിന് വളരെയധികം നന്ദി. മറ്റൊരു വീഡിയോയിൽ കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.